ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. കശ്മീരി കുടിയേറ്റക്കാർക്കായി ഡൽഹിയിൽ പ്രത്യേക പോളിംഗ് ബൂത്തുകളൊരുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് 25 ജീവനക്കാരെ പിരിച്ചുവിട്ടു. നിരവധി വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രമുഖ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4, 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഈ മാസം 13-ന് വോട്ടെടുപ്പ് നടക്കുന്ന തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. രാജ്യം ആദ്യം എന്ന നയമാണ് BJP പിന്തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷായും ഇന്ന് തെലങ്കാനയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തെലങ്കാനയിലെ നർസാപൂരിലും സരൂർ നഗറിലും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. BRS നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ K. ചന്ദ്രശേഖർ റാവു കരീംനഗറിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് ലക്നൌവിൽ സംസ്ഥാനത്തെ മുതിർന്ന BJP പ്രവർത്തകരുമായി യോഗം ചേരും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ദൌർഹര, ലഖിംപൂർ ഖേരി തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹിയിലുള്ള കശ്മീരി കുടിയേറ്റക്കാർക്കായി പ്രത്യേക പോളിംഗ് ബൂത്തുകളൊരുക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായാണ് ഷാലിമാർ ബാഗ്, 5PR റോഡ്, ദിൽഷാദ് ഗാർഡൻ, നജാഫ് ഗഡ് എന്നിവിടങ്ങളിൽ ബൂത്തുകൾ സജ്ജീകരിച്ചത്. സൌജന്യ യാത്രാ സൌകര്യവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് നേരിടാൻ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് 25 ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണമെന്ന് മറ്റ് ജീവനക്കാർക്ക് കമ്പനി അന്ത്യശാസനം നൽകി. അല്ലാത്തപക്ഷം സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജീവനക്കാർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കേണ്ടി വന്നത്. ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരോട് ഇന്നലെ സിവിൽ വ്യോമയാന മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരുന്നു. പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. അതേസമയം ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് കേരളത്തിൽ ഇന്ന് GCC രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരം സാമൂഹിക സേവനം, ശാസ്ത്രം, വ്യാപാരം, കായികം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച വ്യക്തികൾക്കാണ് നൽകുന്നത്. ഏപ്രിൽ 22-ന് നടന്ന ചടങ്ങിൽ 3 പത്മവിഭൂഷൺ, 8 പത്മഭൂഷൺ, 55 പത്മശ്രീ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ പാക് അധിനിവേശ കശ്മീർ തിരികെ എത്തിക്കുന്നത് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിലെ ഗാഗി കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷമാണ് പാക് അധിനിവേശ കശ്മീർ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തിയത്. പാക് അധിനിവേശ കശ്മീർ സംബന്ധിച്ച് പ്രത്യേക പാർലമെന്റ് പ്രമേയമുണ്ടെന്നും ഇത് പാലിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ S. ജയശങ്കർ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ പാക് ഭരണകൂടം നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ മേഖലയിലെ സാഹചര്യങ്ങൾ സംഘർഷഭരിതമായി. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ അമിത ബലപ്രയോഗം നടത്തരുതെന്ന് യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് പാർട്ടിയും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയും അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. നീതിരഹിതമായ നികുതി പിരിവ്, പണപ്പെരുപ്പം, ഉയർന്ന വൈദ്യുതി നിരക്ക്, അവശ്യ വസ്തുക്കളുടെ ക്ഷാമം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 3-ന് പ്രഖ്യാപിക്കും.
www.result.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും PRD വെബ്സൈറ്റ് വഴിയും ഫലമറിയാം. SSLC പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. 99.69 ഇക്കുറി വിജയശതമാനം. ഇന്ത്യൻ സായുധ സേനയുടെ സംയോജിത പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരിവർത്തൻ ചിന്തൻ 2 സമ്മേളനം സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ കര, നാവിക, വ്യോമസേനാ മേധാവികൾ നവീനമായ ആശയങ്ങളും തീരുമാനങ്ങളും പങ്കുവയ്ക്കും. ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി, സബ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ നാളെ അയോധ്യ സന്ദർശിക്കും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, കുബേർ തില എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതി സരയൂ ഘട്ടിലെ ആരതിയിലും പങ്കെടുക്കും. ഇന്നലെ കാലം ചെയ്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട തീരുമാനം സഭാ സിനഡിൽ ഇന്നുണ്ടാകും. മെത്രാപ്പൊലീത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിയോഗം സമൂഹത്തിനാകെ പൊതുനഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അമേരിക്കയിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഡാലസിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം കാലം ചെയ്തത്. മെഡിക്കൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് 2 ഹൃദ്രോഗ വിദഗ്ധർ ഉൾപ്പെടെ 11 പേരെ CBI ഡൽഹി റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ചികിത്സാ ഉപകരണ വിതരണക്കാരിൽ നിന്നും പണം വാങ്ങിയെന്നും ചികിത്സയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനും രോഗികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്നുമാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. 15 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ CBI 2 FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷം സമാനമായ മറ്റൊരു കേസിൽ സഫ്തർജംഗ് ആശുപത്രിയിലെ ഡോക്ടറെയും CBI അറസ്റ്റ് ചെയ്തിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴ കേസിൽ ED എറണാകുളം PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. CSI ബിഷപ്പായിരുന്ന ധർമ്മരാജ രസാലം, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം, സഭാ സെക്രട്ടറിയായിരുന്ന TT പ്രവീൺ ഉൾപ്പെടെ 4 പേരാണ് പ്രതികൾ. മെഡിക്കൽ പ്രവേശനത്തിന് വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കോഴ വാങ്ങി കള്ളപ്പണം വെളുപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് കുറ്റപത്രം. തൃശൂരിലെ സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇറക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കൂലി തർക്കത്തെ തുടർന്ന് ലോറി ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കൊച്ചി അമ്പലമുകൾ BPCL LPG ബോട്ടിംഗ് പ്ലാന്റിലെ ഡ്രൈവർമാർ രാവിലെ മുതൽ പണിമുടക്കി. ഏതാണ്ട് 200ഓളം ഡ്രൈവർമാരാണ് സമരം ചെയ്യുന്നത്. ഇതേ തുടർന്ന് ഏതാനും ജില്ലകളിലേക്കുള്ള LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണത്തിൽ തടസ്സം നേരിട്ടേക്കാൻ ഇടയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ബംഗളൂരു 7ാമതും പഞ്ചാബ് 8ാം സ്ഥാനത്തുമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 10 വിക്കറ്റിന് വിജയിച്ചു. ലക്നൌ ഉയർത്തിയ 165 റൺസ് വിജയലക്ഷ്യം ഹൈദരാബാദ് 9.4 ഓവറിൽ മറികടന്നു. സൌദി സ്മാഷ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ ഇന്ത്യൻ താരം മണിക ബത്ര ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 14ാം നമ്പർ താരം ജർമ്മനിയുടെ നിന മിറ്റൽഹാമിനെ പരാജയപ്പെടുത്തിയാണ് മുന്നേറ്റം. ക്വാർട്ടറിൽ ലോക 5ാം നമ്പർ ജാപ്പനീസ് താരം ഹിന ഹയാത ആണ് മണിക ബത്രയുടെ എതിരാളി. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാം. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 506 പോയിന്റ് താഴ്ന്ന് 72,945-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 164 പോയിന്റ് നഷ്ടത്തിൽ 22,137-ലും വ്യാപാരം തുടരുന്നു. 16ാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. 16ാം ധനകാര്യ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. കശ്മീരി കുടിയേറ്റക്കാർക്കായി ഡൽഹിയിൽ പ്രത്യേക പോളിംഗ് ബൂത്തുകൾ ഒരുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എയർ ഇന്ത്യ എക്സ്പ്രസ് മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് 25 ജീവനക്കാരെ പിരിച്ചുവിട്ടു. നിരവധി വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.